സ്വർഗീയ തനിക്കായിട്ട് നിയോഗിച്ചിരിക്കുമ്പോൾ ഭൗമിക സഭയിൽ ശാരീരികളുടെ കൈകളാൽ ശുശ്രൂഷിക്കപ്പെടുന്നതിന് തിരുവിഷ്ടമുണ്ടായി. താൻ സ്വർഗത്തിലും സഭാമന്ദിരത്തിലും സിംഹാസനത്തിലും സഭാഗ്രഹത്തിലും രഥത്തിലും മധുരകായിലും വസിക്കുന്നു. സഭയെ തന്റെ വാദത്തിനായും മന്ദിരവുമാക്കിയിരിക്കുന്നു. ഈ മണവാട്ടി അവരുടെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും കഴിഞ്ഞ് നിർമ്മലാത്മാക്കളായ യുവതികൾ ആരെ തേടി പുറപ്പെട്ടിരിക്കുന്നു. ആ നാടിനോട് ചേർന്നിരിക്കുന്നു. ആകയാൽ കർത്താവേ, പള്ളിയുടെ വിശുദ്ധീകരണ ദിവസത്തിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ കരുണയോടെ ദർശിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കണമേ. നിന്റെ ശ്രീമായാൽ അതിന്റെ പ്രചരണമുദ്ര വെക്കണമേ. നാശകരമായ വിശ്വാസ വിനീതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. എല്ലായ്പ്പോഴും ഏകത്തിൽ നിന്റെ ശാന്തിയായി സഭയ്ക്ക് സമാധാനം കൊടുക്കണമേ. അതിൽ നിന്നും ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കണമേ. അതിലെ ശക്തരാക്കണമേ. നിന്റെ ദിവ്യ ഔഷധങ്ങളാൽ രോഗികളെ സന്ദർശിക്കണമേ. നിന്റെ സ്നേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്തോഷത്താൽ സഭാമക്കളെ മോക്ഷാവകാശികളാക്കണമേ. അതിലെ ഇടയന്മാരെ വിജ്ഞാനികളാക്കണമേ. ആചാര്യന്മാരെ ആത്മവിവേകമുള്ളവരാക്കണമേ. അതിലെ ശമാശമായ സത്യവും പരിപാലനമുള്ളവരാക്കണമേ. പരിശുദ്ധ മാമോദീസായുള്ള സത്യവിശ്വാസികളെല്ലാവരും സംരക്ഷിച്ച് രക്ഷാകരമായ ജീവാനാണ് കാത്തുകൊള്ളണമേ. സഭയുടെ മണവാളനായ കർത്താവേ, നിന്റെ സകല കൃപകൾക്കും വേണ്ടി നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും എന്നും അത് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
കൂതാശയുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ബലഹീനതയാൽ നിനക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സുഗന്ധഭൂമത്തെയും സുരബല പരിമളത്തെയും നീ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിന്റെ കരുണയോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അതിന്റെ സന്താനങ്ങളെ നിന്റെ രക്ഷയാൽ സന്തോഷിപ്പിക്കുകയും അതിലെ പാപികളെ പാപമോചനത്താൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് സ്വസ്ഥതയും ചിതറിപ്പോയവർക്ക് വഴിതെറ്റിപ്പോയവർക്ക് തിരിച്ചുവരവും ഞെരുങ്ങിയിരിക്കുന്നവർക്കും ഹൃദയവേദനയുള്ളവർക്കും ആശ്വാസവും നീ നൽകണമേ. അതിൽ നിന്ന് എല്ലാവിധ ചണ്ടകളെയും പ്രതികൂലങ്ങളായ തർക്കങ്ങളെയും നീ നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തോടെ നിദ്ര പ്രാപിച്ചവർക്ക് നീതീകരണവും മോചനവും നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായും സ്തോത്രം ചെയ്യുമാറാകണമേ.
മറ്റു ചിലരായും വേറെ ചിലർ ജർമ്മീയല്ലെങ്കിൽ പ്രവാചകന്മാർ വരുമെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചിരുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവരോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേലെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെ എതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് ആരടി ചെയ്തു. ഉഷൈനോ കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്ത് സ്തുതിപ്പിൻ. അവന്റെ ശക്തിയുടെ ആകാശത്തിന്റെ അവനെ സ്തുതിപ്പിൻ. സീനായി അതിനെ ശുദ്ധീകരിച്ചവനെ പള്ളിയിൽ വാസം ചെയ്തവനെ ശബരിയാൽ Oh
പ്രധാനമായ ആവശ്യത്തിന് റോഷ്മായ്ക്ക് മുമ്പ് രഹസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയ സമയമാണ്. ഈ സമയത്തിന് കർത്താവിനോട് തന്നെ ചെയ്യണമെന്ന് അർത്ഥമുള്ളത് കുറിയായസോൺ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. വിശുദ്ധ മർമ്മയുടെ റോഷ്മ ചെയ്തുകൊണ്ട് അതിന്റെ ശുശ്രൂഷകൾ തുടർന്ന് നടക്കുന്നതാണ്. ആശ്വാസത്തിന്റെ തുറമുഖമായി ആക്കി തീർക്കുവാനും സത്യവിശ്വാസത്തോട് കൂടുതൽ ഇതിൽ പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷകളെ കേൾക്കുവാനും നിന്റെ പ്രാപിച്ചവരുടെ രക്ഷയും ആശ്വാസവും നൽകുവാനുമായിട്ട് ചെയ്യപ്പെടുന്ന ഈ ആലയത്തിനു വേണ്ടി ഈ സമയത്ത് നാം എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കണം. തനിക്ക് മാത്രമായി തിരഞ്ഞെടുത്തോളതിന്റെ ജീവിതത്തിന് ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ആലയത്തെ നീതിയോടും നൽകുവാനായിട്ട് പ്രാർത്ഥിക്കണം. ശുദ്ധസഭയ്ക്ക് വേണ്ടിയും സാർവത്രിക സഭയുടെ തലവൻ വേണ്ടിയും നമ്മുടെ സഭയുടെ തലവൻ പിതാവുമായ വേണ്ടിയും നമ്മുടെ മേൽപ്പെടുത്താനും വിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയും നമ്മിൽ തമ്മിലും ചെയ്യപ്പെടുന്ന ഈ ആലയത്തിന് വേണ്ടിയും ഇത് പണിതവർക്ക് വേണ്ടിയും ദൈവമഹത്വത്തിനും ദൈവമായ മലയാളത്തിനും ഈ വേണ്ടിയും വചനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സംബന്ധിച്ചും
പ്രാർത്ഥിച്ച് മൂന്നാവശ്യം എന്ന് ഏറ്റു പറയണം. സകലത്തിലും പരിശുദ്ധനായ നിന്റെ റൂഹായുടെ വാഗ്ദാനത്തെ നീ പരിപൂർണമാക്കുകയും ചെയ്യണമേ. ആയത് ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹ ആകുന്ന നിന്റെ ഏകപുത്രന്റെ കൃപയാലും കരുണയാലും മനുഷ്യർ ജയത്താലും തന്നെ തന്നോടുകൂടെ സകലത്തിലും പരിശുദ്ധനും നല്ലവരും വന്യനും ജീവൻ നൽകുന്നവരും സാരാംശങ്ങളും തന്നോട് സമരമായി സമത്വമുള്ളവരുമായ പരിശുദ്ധയോടുകൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എന്നേക്കും നിനക്ക് യോഗ്യമാകുന്നു. ഇതിൽ പ്രയത്നിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും നാം താല്പര്യമായി അപേക്ഷിക്കണം. മനുഷ്യ സ്നേഹമുള്ളവനായ ദൈവം തന്റെ രാജ്യത്തിൽ നിത്യമായ ഭവനങ്ങളെ അവർക്ക് നൽകുമാറാകട്ടെ. നാം ഉച്ചത്തിൽ പ്രാവശ്യം പ്രിയനായിസോ എന്ന് പറയണം. പ്രിയനായിസോ, 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 അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവരുമാകയാൽ നിനക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. തന്റെ ആശ്രിതർക്ക് തിരിഹിത പ്രകാരം പ്രവർത്തിക്കുകയും അവരുടെ അപേക്ഷകളെ കേൾക്കുകയും ചെയ്ത ദൈവമേ, സകലത്തിലും പരിശുദ്ധനായ റൂഹായുടെ കൃപയാൽ ഈ സ്ഥലത്ത് അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകുകയും പിശാചുക്കളെ ഓടിക്കുകയും സകല വേദനകളും രോഗങ്ങളും സുഖപ്പെടുകയും നിന്റെ പരിശുദ്ധ തിരുനാമത്താൽ കോപം നീങ്ങിപ്പോകുകയും ചെയ്യുമാറാകണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം നിന്നെ വിളിക്കുന്ന എല്ലാവർക്കും രക്ഷയുടെയും വിശുദ്ധിയുടെയും ഉയർത്തെഴുന്നേൽപ്പാകുന്നുവല്ലോ. പിതാവിനോടും പുത്രനോടും കൂടെ നീ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധനും വിശുദ്ധന്മാരും
തമ്പുരാനിൽ അധിവസിക്കുന്നവനുമായ ദൈവമേ, നീ ദീർഘദർശിമാരുടെ മഹത്വവും സ്ലീഹന്മാരുടെ പ്രശംസയും സഹദേവന്മാരുടെ കിരീടവും നീതിമാന്മാരുടെ സന്തോഷവും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരുടെ ശരണവുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ ഓർമ്മയെ ആത്മീയ പ്രകാരം നിവർത്തിപ്പാനും നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരെ സ്നേഹിപ്പാനും ദൈവാശ്രയത്തിന് വേണ്ടിയുള്ള അവരുടെ വൈരാഗ്യത്തിൽ സദൃശപ്പെടാനും ഞങ്ങൾക്കും നീ കൃപ ചെയ്യണം. നിന്നെ മഹത്വപ്പെടുത്തുന്നവരെ നീ മഹത്വപ്പെടുത്തണമേ ദൈവമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി അവർ സ്ഥാനപതികളും പ്രാർത്ഥിക്കുന്നവരുമായി തീരുവാനുമായിട്ട് അവരെ നീ കൈക്കൊള്ളണമേ. അവരോടുകൂടെ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് പങ്കും ഓഹരിയും അവകാശവും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണമേ. എന്തെന്നാ നീ കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും ഇപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ദേവാലയ കൂടാശയുടെ സമാപനത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധരോടുമുള്ള സ്മരണയിൽ പ്രാർത്ഥനകൾ ചൊല്ലി തുടർന്ന് സ്ലോകാമൻ സമാപന ആശീർവാദം സ്വീകരിക്കുന്നതോടുകൂടി ഈ ദിവസത്തിന്റെ ശുശ്രൂഷകൾ പൂർണ്ണമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രീതികരവും ഞങ്ങളുടെ അപേക്ഷകൾ നിന്നെ നിർബന്ധിക്കുന്നവയും ഞങ്ങളുടെ ശുശ്രൂഷകൾ നിന്നെ ബഹുമാനിക്കുന്നവയുമായി തീരണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയും സ്നേഹവും സഹായങ്ങളും കൃപകളും സകല ദൈവിക ദാനങ്ങളും ഞങ്ങളുടെ ബലഹീനതയുടെയും ഞങ്ങളുടെ കൂട്ടത്തിനെയും സദാ താമസിക്കുകയും വർഷിക്കപ്പെട്ട് അധിവസിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാ ദേവാലയത്തിന്റെയും പ്രധാന അൾത്താര പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമാണ്. കാരണം അവൾക്ക് നമ്മൾ നൽകുന്നത് പ്രത്യേക വണക്കമാണ്. ദൈവകുമാരനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി എത്തിച്ചു തന്നത് അമ്മയുടെ സഹകരണമാണ്. ഈ പ്രദേശത്തിനും ഇവിടുത്തെ ഇടവക്കാർക്കും ഈ നാടിനും ഇവിടെ സഭയ്ക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി വലിയ കൃപ കിട്ടാൻ ഇപ്പോഴ് പുതുക്കി ഉദാശ ചെയ്യപ്പെട്ട ഈ പ്രധാന അൾത്താരയിൽ ധൂപം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയോടോ രാജമകൾ രാജഭാഗിനിയും ദൈവാമിക കന്യാ
സ്ഥിരപ്പെടുത്തിയ സുവിശേഷ പ്രഘോഷണത്തിൽ മുൻപന്തിയിൽ നിന്ന സഭയുടെ ഏറ്റവും വലിയ ഒരു വിശുദ്ധനാണ്, പ്രേക്ഷിതനാണ് അപ്പസ്തോലൻ. അപ്പസ്തോലന്റെ പ്രത്യേക മാധ്യസ്ഥ്യം ഈ പ്രദേശത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കാം. നീതിമാൻ പോലെ തളിർത്തിടുമേ, ഹല്ലേലൂയ. വളരുമ വല്ലഭനോ കാരകിൽ പോ. നിന്റെ പരിശുദ്ധന്മാരോടെ ആത്മീയ പ്രകാരം നിവർത്തിപ്പാൻ, നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരെ സ്നേഹിപ്പാൻ, ഓഹരിയും അവകാശവും ഉണ്ടാകുവാനായിട്ടിടയാകണമേ. മനുഷ്യ സ്നേഹമുള്ളവരുമാകുന്നുവല്ലോ.
എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പങ്കെടുത്ത് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായി മാക്കി തീർക്കണമേ. കുർബാനകളും രഹസ്യത്തിനടുത്ത യാഗങ്ങളും കരയേറ്റപ്പെടുവാൻ തക്കവണ്ണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉപരിയായ സന്തോഷതൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. രഹസ്യത്തിനടുത്ത യാഗങ്ങളും കരയേറ്റപ്പെടുവാൻ തക്കവണ്ണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രമാണത്തിലും ദൈവീക കാര്യങ്ങളും പരിശുദ്ധ ദൈവമാതാവിന്റെയും ഈ ദേവാലയം ആത്മനാമത്തിൽ പങ്കുവെട്ടിയിരിക്കുന്നതുമായ ഓരോ സന്ദർശനത്തെ സവിശേഷ മധ്യസ്ഥയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധയോടും കൂടെ വാഴ്ത്തപ്പെട്ടവരാ
പ്രധാന പ്രവാസിന്റെ ഊഷ്മാവുന്നു. തുടർന്ന് മറ്റ് പാതകൾ ശുദ്ധീകരിക്കുകയും ഹൈക്കനായി വെള്ളം തളിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രധാന പ്രവാസിന്റെ ഊഷ്മാവ് പൂർത്തിയാകുന്നു. തുടർന്ന് എസ്ത്രോമായിൽ വെച്ച് ചെറിയ പ്രവാസികൾ ഊഷ്മാവ് ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നു. തുടർന്ന് പ്രദക്ഷിണമായി പടിഞ്ഞാറ് വാതിൽ ചെന്ന് പ്രധാന വാതിൽ ഊഷ്മാവ് ചെയ്ത് ശുദ്ധീകരിക്കുന്നു. തുടർന്ന് മറ്റ് വാതിലുകൾ ശുദ്ധീകരിക്കുകയും ഹൈക്കലായിൽ വെള്ളം തളിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ സ്ത്രീകന്മാരുടെയും വിശിഷ്യ ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെയും ഈ പള്ളിയാരുടെ നാമത്തിൽ പണിതുറപ്പിക്കപ്പെട്ടു വിശുദ്ധ സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
നിങ്ങളുടെയും പ്രാർത്ഥനകളാ ഈ വാതിലുകളെ ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ ഈ പിതാവിനോട് പരിശുദ്ധമായൊരു ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ മാതൃകളുടെ കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ സ്ത്രീകന്മാരുടെയും വിശിഷ്യ ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ഈ പള്ളിയാരുടെ നാമത്തിൽ പണിതുറപ്പിക്കപ്പെട്ടുവോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയാമിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും വിശിഷ്യ ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഈ പള്ളിയാരുടെ നാമത്തിൽ പണിതുറപ്പിക്കപ്പെട്ടുവോ ആ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ വാതിലുകളെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മദ്ബഹായെ ഞങ്ങളെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ദൈവിക സിംഹാസനമായ ത്രോണോസ് റൂഷ്മ ചെയ്ത് സ്ഥിരീകരിക്കുന്നു. ത്രോണോസ് എന്ന വാക്കിന്റെ അർത്ഥം സിംഹാസനം എന്ന് തന്നെ. ത്രോണോസ് വെള്ളിപീഠവും ജീവന്റെ മേശയുമാണ്. ഇത് ദേവാലയത്തിന്റെ കേന്ദ്ര സ്ഥാനമത്രേ. ശ്രേഷ്ഠാചാര്യൻ ഇപ്പോൾ റൂഷ്മ ചെയ്ത് നിന്റെ മാതാവാകുന്ന വിശുദ്ധ കന്യകാമറിയാമിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും വിശിഷ്യായി പള്ളിയാരുടെ നാമത്തിൽ പണിത് ഉറപ്പിക്കപ്പെട്ടുവോ ആ പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും
സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ മദ്ബഹായെ ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവരാകുന്നു. നിന്റെ മാതാവാകുന്ന വിശുദ്ധ കന്യകാമറിയാമിന്റെയും വിശുദ്ധ സ്ത്രീകന്മാരുടെയും വിശിഷ്യ ഈ പള്ളി ആരുടെ നാമത്തിൽ പണിതുറപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെയും സകല ശുദ്ധീമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ മദ്ബഹായെ ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനേ, നിന്റെ മാതാവാകുന്ന അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ദേവാലയത്തിന്റെ കൂടാശാകരണത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ ഇങ്ങനെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ ബലഹീനം കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗ്ഗസിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി നിർത്തണമേ.
قديشة وشوقة والسماء സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കപ്പെട്ട നന്ദി പറയുന്നതിനായിട്ട് ഇടവകാരികളുമായപ്പെട്ട കുര്യാക്കോസ് കുടുംബച്ചനെ ക്ഷണിക്കുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട ഗോർക്രിസ്തോപ്പ അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, മതപ്രവിശ്യർ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ മെയ് മാസം 18-ാം തീയതി ഈ ദേവാലയത്തിൽ വികാരിയായിട്ട് ഞാൻ ചാർജ് എടുത്തപ്പോൾ അതിനു മുമ്പ് ഈ ദേവാലയത്തിൽ ഇന്നേ വരെ ഞാൻ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് അന്ന് കടന്നു വരുന്നത്. ആ ദിവസം പരിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദേവാലയത്തിൻ്റെ സ്ഥിതി കണ്ട് ഈ ദേവാലയം എങ്ങനെയെങ്കിലും ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മുകളിൽ നിന്നൊക്കെ പൊടികൾ വീണ് ആകെ അലങ്കോലമായ ആ ദിവസം തീർച്ചയായും എൻ്റെ മനസ്സിൽ ആ പൊടികളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി ഇത് പെയിന്റ് അടിച്ചിടുക എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അഭിമന്യ പിതാവിനെ ഞാൻ വിളിച്ചു. അഭിമന്യ പിതാവ് പറഞ്ഞു, അച്ഛൻ ചെന്നതല്ലേ ഉള്ളൂ, നോക്കട്ടെ. പക്ഷേ പിറ്റേ ആഴ്ച കുർബാനകൾക്ക് ഇവിടെ കടന്നു വന്നപ്പോൾ ഓരോ പ്രാവശ്യം ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഓരോ സാധനങ്ങൾ അടർന്നു വീഴുന്നത് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും വളരെ വിഷമമായി. അങ്ങനെ ഒരു ദിവസം പിതാവിനെ വീണ്ടും വിളിച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അച്ഛൻ വാ, എന്നെ കാണാൻ വാ, പീച്ചി ഞാൻ വരുന്ന ദിവസം അച്ഛൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെയുള്ള ഇടവക്കാരോടൊക്കെ അനുവാദം ചോദിച്ച് അവരുടെയൊക്കെ അനുമതി എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഒരു 5 ലക്ഷം രൂപ മുടക്കി ഈ ദേവാലയം ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ പിതാവിൻ്റെ അടുത്ത് ആ പ്രപ്പോസലുമായിട്ട് ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛാ നിക്ക്, നമുക്ക് ഇനിയും നോക്കാം, ടൈം വരട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് പിതാവ് ഇങ്ങനെ പറയുന്നത് എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് മാസം MCMFന്റെ പ്രോഗ്രാമായിട്ട് കളമശ്ശേരിയിൽ ചെന്നപ്പോൾ പിതാവിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ചെന്നു. പിതാവെ, അവിടെ കുർബാന ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിതാവ് പറഞ്ഞു, അച്ഛനേക്കാൾ കൂടുതലായിട്ട് അതെനിക്കറിയാം. അച്ഛൻ ഇപ്പോൾ ഈ വെറുതെ പെയിന്റ് അടിച്ച് വെറുതെ പൊട്ടിയിട്ട് ആദ്യം പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അതൊരു നല്ലൊരു ദേവാലയമായിട്ട് രൂപപ്പെടണം. അച്ഛൻ ഒരു കാര്യം ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സെപ്റ്റംബർ മാസം പകുതിയായപ്പോൾ പിതാവ് എന്നെ വിളിച്ചു, അച്ഛൻ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട് പള്ളിയുടെ അടുത്തേക്ക്, അച്ഛൻ അവിടെ വരിക. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിതാവിൻ്റെ കൂടെ പ്രിയ സിബിസാറും ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവ് പറഞ്ഞു, അച്ഛാ ഇതൊരു നല്ല ദേവാലയമായിട്ട് മാറണം. അപ്പൊ കൂടെ നിന്ന് സിബിസാർ പറഞ്ഞു, പിതാവേ ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള നല്ലൊരു ദേവാലയമായിട്ട് ഈ പ്രദേശത്ത് അനുഗ്രഹമായിട്ട് ഒരു മാറുന്നു. അങ്ങനെ ആരംഭിച്ച ദേവാലയം 2 മാസം കൊണ്ട് നീ കാണുന്ന തരത്തിൽ രൂപപ്പെട്ടു വന്നു. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. കാരണം വെറുതെ പെയിന്റ് അടിച്ച് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവം 100 ഇരട്ടിയായിട്ട് ഒരു മനോഹര ദേവാലയമായി. മദ്ബഹ, ഈ ദേവാലയത്തിൽ വന്നവർക്കറിയാം ഇവിടെ മദ്ബഹ എങ്ങനെയായിരുന്നു എന്ന്, ഈ പ്രദേശവും ഒക്കെ എങ്ങനെയായിരുന്നു. അതൊക്കെ മാറ്റിമറിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേൽ, ഈ ഇടവകയുടെ മേൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ചൊരിഞ്ഞു. അതിന് പരമകാരുണ്യവാനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒപ്പം ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അഭിമന്യ പിതാവ് അതിനനുമതി തന്ന് ഈ പള്ളി ഇങ്ങനെയായതിൻ്റെ 80% സാമ്പത്തിക സഹായം തന്നത് അഭിമന്യ പിതാവാണ്.
അഭിനന്ദ പിതാവ് പലരോടും ചോദിച്ച്, പലരോടും യാചിച്ച്, പല ആൾക്കാരോട് ഈ കാര്യം പറഞ്ഞ് ഇതിന്റെ 80% പൈസ ഈ ദേവാലയത്തിൽ തന്ന അഭിനന്ദ പിതാവാണ്. പിതാവെ, നന്ദിയോടുകൂടെ പിതാവിനെ ഓർക്കുന്നു. പിതാവിന്റെ ആ താല്പര്യം ഈ ദേവാലയത്തോടും മറ്റെല്ലാ ദേവാലയങ്ങളോടും കാണിക്കുന്ന ആ സ്നേഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പിതാവിന് ഏറ്റവും ഹൃദയത്തോടെ നന്ദി പറയുകയാണ്. പിതാവിന്റെ കൂടെ അന്ന് സിബിസാറും ഉണ്ടായിരുന്നു. സിബിസാറാണ് 2 മാസം കൊണ്ട് അച്ഛ ക്രിസ്മസിന് മുമ്പ് ഈ ദേവാലയം പൂർത്തിയാക്കണം. പിതാവ് പറഞ്ഞിരുന്നു, സിബിസാറെ 2 മാസം കൊണ്ട് തീർക്കണം. ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസിന്റെ ശുശ്രൂഷ ഈ ദേവാലയത്തിൽ നടത്തണം. സിബിസാറിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ട് 2 മാസത്തോളം അഹോരാത്രം പണിയെടുത്ത് ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയം നിർമ്മിച്ചു. ആദ്യം പുറംഭാഗം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ മദ്ബഹ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് ആഗ്രഹം പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് അച്ഛ ചെയ്തു. അതിനുശേഷം പുറഭാഗമായാലും അതും പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് ചെയ്തു. സിബിസാറിന്റെ ആ നിർദ്ദേശപ്രകാരം വളരെ നല്ല രീതിയിൽ അതിന്റെ ടീം വർക്കുകൾ എല്ലാവരും, അവരുടെ കൂടെയുള്ള എല്ലാവരും, എബിയും പാപ്പിയും അങ്ങനെ തുടങ്ങി എല്ലാവരും ഒന്നുചേർന്ന് ഈ ദേവാലയം 2 മാസം കൊണ്ട് പൂർത്തിയാക്കി തരുവാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട സിബിസാറിനോടും ടീം അംഗങ്ങളോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛൻ ഇന്ന് ഇവിടെയുണ്ട്. ഈ രൂപതയിലെ ഏറ്റവും ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും ബഹുമാനപ്പെടുന്ന ഓർബിസ്കോപ്പ കുര്യനച്ഛനുണ്ട്. കുര്യനച്ഛൻ ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞു, അച്ഛ എങ്ങനെ വരാനാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഫിലിപ്പച്ചൻ ഉണ്ടല്ലോ, ഫിലിപ്പച്ചന്റെ കൂടെ അച്ഛൻ കൊണ്ടുവരും. അങ്ങനെ ഈ ദേവാലയ മുൻ വികാരിയാണ് ഫിലിപ്പച്ചൻ. കുര്യനച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വൈദിക ശ്രേഷ്ഠരും, ബഹുമാനപ്പെട്ട അനൂപച്ചനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനം കഴിഞ്ഞപ്പോൾ പല വൈദികരും ഇവിടെ വന്നു. കാരണം ഇന്ന് പല സ്ഥലത്തും കരോളിറങ്ങാനുണ്ട്, സന്ധ്യാപ്രാർത്ഥനയൊക്കെയുള്ള ദിവസമാണ്. പക്ഷെ ജിനോച്ചനായാലും ചെന്നിഗ്രാമിലെ ഒറ്റ അച്ഛന്മാർ ഇവിടെ വന്നു. ഇന്ന് ഈ മേഖലയിലെ മുഴുവൻ അച്ഛന്മാരും, മേഖലാ വികാരി ഷാജോച്ചൻ ഉൾപ്പെടെ ഞങ്ങളുടെ മീറ്റിംഗിലെല്ലാം ഈ ദേവാലയവും കരുവാങ്കാട് ദേവാലയവും അതുപോലെ അച്ഛൻ്റെ ആ ദേവാലയം 3 ദേവാലയം പണിയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ അച്ഛന്മാർ എപ്പോഴും മീറ്റിംഗിൽ പറയും. നമ്മൾ ഈ മേഖലയിലായിരിക്കുമ്പോൾ ഈ 3 ദേവാലയം വൃത്തിയാക്കണം ഞങ്ങൾ എല്ലാ മീറ്റിംഗും പറയും. മേഖലയിൽ എല്ലാ അച്ഛന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്ന ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് റോയച്ചനും അതുപോലെ അജയച്ചന്റെ നേതൃത്വത്തിൽ ഗായക സംഘം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സജിയച്ചൻ MC ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ജസുവച്ചൻ, ആൽബച്ചനും, അതുപോലെ നമ്മുടെ മുൻ വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ജിങ്കു അച്ഛനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദേവാലയം പണിയണം. അച്ഛൻ അതിന് ഒരു ചെറിയ സ്വരൂപ അച്ഛൻ ഇവിടെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം അച്ഛൻ ഇവിടെ സ്വരൂപിച്ചു വെച്ചിട്ടാണ് പോയത്. ഈ എല്ലാ വൈദികരെയും ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ വിളിച്ചു, അച്ഛന്മാരുടെ പ്രാർത്ഥനാ സഹായങ്ങൾ നേർന്നു. അതുപോലെ തൊട്ടടുത്തുള്ള നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയിലെയും സീറോ മലബാർ പള്ളിയിലെയും സോബിനച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികരും, അതുപോലെ കട്ടിലപ്പൂവ് പള്ളിയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, യാക്കോബ പള്ളി വികാരിയച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു കുണ്ടുകാട് പള്ളിയിലും ഉണ്ടായിരുന്നു. അച്ഛന്മാരെ എല്ലാവരും തന്നെ ഇവിടെ എത്തി. പ്രദേശത്തുള്ള അച്ഛന്മാരെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം ഇന്നുമൊക്കെ ആയിട്ട് കടന്നു വന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികരോടും ഒറ്റ വാക്കില് നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട മദർ ടോമിന സിസ്റ്റർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട എലിസബത്ത് കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, സെന്റ് മേഴ്സി കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. എലിസബത്ത് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അവരും വൈകുന്നേരം എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിസ്റ്റേഴ്സിനും, കാരണം ഈ പള്ളിയിൽ സേവനം ചെയ്ത സിസ്റ്റേഴ്സ് ആണ്. സീറോ മലബാർ സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുട്ടികളെ വേദ അഭ്യാസം പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റേഴ്സ് എല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഒത്തിരി സിസ്റ്റർ വൈദ്യുതി കയറുമ്പോൾ 6-7 സിസ്റ്റേഴ്സ് കുടുംബങ്ങളുള്ള കുടുംബമാണ് ഈ പ്രദേശത്തുള്ളവര്. അവരും എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാ സിസ്റ്റേഴ്സും അവരുടെ പ്രാർത്ഥന നേർന്നു. എല്ലാവർക്കും, അതുൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ ഞാൻ ഓർക്കുന്ന മറ്റൊരു സിസ്റ്ററാണ് സിസ്റ്റർ ലാളിത്യ. എനിക്ക് തോന്നുന്ന സിസ്റ്റർ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
കാരണം സിസ്റ്ററിന്റെ അകമഴിഞ്ഞ ഒരു സഹായം പലരുടെയും എനിക്ക് കിട്ടി. സിസ്റ്റർ അത് പറയണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ അത് ഞാൻ പറയണമെന്ന് തോന്നി. അകമഴിഞ്ഞൊരു സഹായം. ഞാൻ പകച്ചു നിന്നപ്പോൾ, സാമ്പത്തികമായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ സിസ്റ്ററിന്റെ അഭികാംക്ഷികളെ പലരും എന്നെ വിളിക്കുന്നത് എവിടുന്നാ വിളി വന്നേ? സിസ്റ്റർ ലാളത്തെ പറഞ്ഞിട്ട് അച്ഛാ വിളിക്കണേന്ന് പറഞ്ഞു. സിസ്റ്ററിനെയും ഭഗവാനോട് മദർ അവിടെ ചെല്ലുമ്പോൾ സിസ്റ്ററിനോട് ഈ കാര്യം പറയണം. സിസ്റ്ററിനോടും സാമ്പത്തികമായും ഞങ്ങളെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ഇടവകയിലെ അയൽവക്കത്ത് താമസിക്കുന്ന ഒട്ടനവധി ചേച്ചിമാരും, പ്രത്യേകിച്ച് സീറോ മലബാർ യാക്കോബായ ഓർത്തഡോക്സ് താമസിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഈ ദിവസങ്ങൾ ഇവിടെ ക്ലീൻ ആക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടായിരുന്നു, ഇവിടെയുള്ള ക്ലബിലെ അംഗങ്ങളുണ്ടായിരുന്നു, യൂണിയനിലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തുള്ള എല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവരും സാമ്പത്തികമായിട്ട് ഈ പള്ളിയെ സഹായിച്ചു. അതുപോലെ ഇതിന്റെ എല്ലാ ദിവസങ്ങളും വന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇടവക്കാരോടൊപ്പം എല്ലാവരും കൂടുന്ന ഒരു ദേവാലയമാണിത്. ഇപ്പോ ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹത്തിന് ഇവിടെയുള്ള ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും, അയൽക്കാർക്കും, അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരും നല്ലൊരു സഹായം തന്നു. അതുപോലെ മറ്റെല്ലാവർക്കും ഞങ്ങളെ സഹായിച്ച സാമ്പത്തികമായും പ്രാർത്ഥന കൊണ്ടും, പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതുപോലെ കടന്നു വന്ന എല്ലാവരും അവരുടെ സ്നേഹവും സാമ്പത്തികമായിട്ടുള്ള എല്ലാം ഈ ദേവാലയത്തോട് കാണിച്ച എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കരുവാങ്കാട് എന്റെ മറ്റൊരു ഇടവകയാണ് കരുവാങ്കാട്. ഇന്നലെ ഇവിടെ കടന്നു വന്നു. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് കരുവാങ്കാടായിരുന്നു എല്ലാവരും ഒരുമിച്ചുള്ള കുർബാന. അപ്പൊ അവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇനി ഈ ദേവാലയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ചെറിയൊരു സമ്മാനം നൽകുവാനായിട്ട് ഞാൻ എൻ്റെ മൈക്ക് അച്ഛനെ കൈമാറുന്നു. ഞാൻ പത്തിപ്പറമ്പിൽ അച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഈ വരുന്ന വഴിക്ക് റോഡൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ആ അച്ഛൻ അനുഭവിച്ച ത്യാഗം, അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ എല്ലാവരെയും കൊണ്ട് 2 ആഴ്ച മുമ്പ് അച്ഛൻ്റെ കബറിൻ്റെ പൊന്നിയോട് പ്രാർത്ഥിച്ചു. തിരുവല്ല റാന്നി അടുത്തുള്ള പള്ളി, പ്ലാങ്കമാൻ അടുത്തുള്ള പള്ളിയിൽ പോയി ഇടവയിൽ എല്ലാവരും കൂടെ ഞങ്ങൾ ബസ് നിറച്ച ആൾക്കാരായിട്ട് ഇവിടെയുള്ള എല്ലാവരും തന്നെ എത്തി. അവിടെ പോയി പ്രാർത്ഥിച്ച് ധൂപം അർപ്പിച്ചു. പച്ചരിയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സിൻസാറ് ഒന്ന് മുൻപോട്ട് വന്ന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം. സിൻസാറിന് ഏറ്റവും ഇഷ്ടമുള്ളത് മാതാവാണെന്നറിയാം. അപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്നേഹ സമ്മാനം സാറിൻ്റെ വീട്ടിൽ അത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഇനിയും സാറ് പ്രാർത്ഥിക്കണം. ഇനിയും ഒരു സ്നേഹ സമ്മാനം സാറിന് നൽകുകയാണ്. സിൻസാറിനോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്തത് എബിയാണ്. എബിയെ നന്ദിയോടെ ഓർക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ എബിയെ ചെറിയൊരു സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് എബിയെ ക്ഷണിക്കുന്നു. പാപ്പി മലയാളി അല്ലെങ്കിലും നല്ലപോലെ മലയാളം പറയുന്ന ഒരു വ്യക്തിയാണ്. ചുരുങ്ങിയ നാളുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഇടവക്കാർക്കൊക്കെ സുപരിചിതനായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. പാപ്പിയുടെ നേതൃത്വ ടീം അംഗങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ജോലിക്കാരുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയൊരു സമ്മാനം പാപ്പിക്ക് നൽകുകയാണ്. അതുപോലെ മദ്ബഹ ഇത്ര മനോഹരമാക്കിയത് രഞ്ജനും ടീം അംഗങ്ങളുമാണ്. പുല്ലുവടിയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്.
അദ്ദേഹം ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി നാട്ടിൽ പോയതാണ്. നാളെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. അതുപോലെ പ്രിൻസ്, അദ്ദേഹവും ഞാൻ നന്ദിയോടുകൂടി അദ്ദേഹത്തെയും ഓർക്കുകയാണ്. അതുപോലെ ഷീറ്റ് വർക്ക് ചെയ്തവരുടെ, ടൈലിട്ട് ഇന്റർലോക്ക് ചെയ്തവരെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇനി അഭിനന്ദ പിതാവിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു, ഞാനൊരു ദേവാലയത്തിൽ ചെറിയൊരു പണി തുടങ്ങുകയാണ്. എനിക്ക് ഈ ദേവാലയം പണിയുന്നതോടൊപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ഒരു ചെറിയ തുക എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു. അനിയനും അളിയന്മാരോടും പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഈ ദേവാലയം പൂർത്തിയാക്കുന്ന ദിവസം ഈ ദേവാലയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിട്ടൊരു തുക തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ വന്നപ്പോൾ പിതാവ് അച്ഛന്മാരോടായിട്ട് പറഞ്ഞു, പിതാവിൻ്റെ ഫീസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. പിതാവ് ഭവന നിർമ്മാണം നടത്തുന്നതായിട്ട് പറഞ്ഞു. നമുക്കറിയാം ഒത്തിരി വീടുകൾ പൂർത്തീകരിച്ചു. കഴിഞ്ഞ ദിവസവും പീച്ചിയിൽ ഒരു വീടുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ ഒത്തിരി വീടുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കൊടുക്കാമെന്ന് എൻ്റെ മനസ്സ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ ഇങ്ങനെ കുറേ നേരം ഇന്ന് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ അത് പിതാവിന് കൊടുക്കാം, വേറെ ഒന്നും പിതാവിന് കൊടുക്കാനില്ല, കുരിശ് പോലും ഇല്ല. പിതാവിന് കുരിശ് കത്ത് വേറെ ഒന്നും എനിക്ക് പിതാവിന് കൊടുക്കാനൊന്നുമില്ല. ഇത് പിതാവിനല്ല, പിതാവ് തുടങ്ങി വെച്ച ഭവന പദ്ധതിയിലേക്കാണ്. അപ്പം അത് ഈ ഇടവകയുടെ പേര് ട്രസ്റ്റി സെക്രട്ടറി ചേർന്ന് ഏകദേശം 50,000 രൂപയുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ദേവാലയത്തിന് ഇത്ര പൈസയുണ്ടോ? ഇല്ല. ഇനി ഒരു 4-5 ലക്ഷം രൂപ കടമുണ്ട് ഈ ദേവാലയത്തിന്. പക്ഷെ ഇത് മറ്റൊരു നിയോഗത്തിനായിട്ട് ഞാൻ മാറ്റിവെച്ച പൈസയാണ്. കാരണം ഇത് പണിയുന്നതോടൊപ്പം ഒരു നല്ല കാര്യം ചെയ്യണം. അപ്പോൾ അത് നടത്തുകയാണ്. അപ്പം അതുകൊണ്ട് ട്രസ്റ്റി സെക്രട്ടറി ചേർന്ന് ഫീസ്റ്റിന് ഇനി ഇടവകയിൽ നിന്നൊന്നും കൊണ്ടുവരില്ല. ഇത് പിതാവ് സ്വീകരിച്ച് പിതാവ് ഇത് ചെയ്യുന്ന ഇത് അവർക്ക് ആദ്യത്തെ ഞങ്ങളുടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. നാളത്തെ കാര്യം ഒന്ന് ഓർമ്മിച്ചോട്ടെ. നാളെ 7:30 മുതൽ 8:00 വരെ കുമ്പസാരം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുമ്പസാരിക്കണം. കുർബാനയിൽ സ്വീകരിക്കാനായിട്ട് കുമ്പസാരിക്കണം. 8 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 8:30 കുർബാനയും ഉണ്ടാകും. അതുകൊണ്ട് കടന്നു വന്ന എല്ലാവരും, പ്രത്യേകിച്ച് കരുവാങ്കാടി പ്രദേശത്തുള്ള എല്ലാവരും, മാറ്റാപ്പുറം പ്രദേശത്തുള്ള എല്ലാവരും നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. കടന്നു വന്ന എല്ലാവർക്കും ചെറിയൊരു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. നോമ്പാണെന്ന് അറിയാലോ, നോമ്പിനോട് അടുത്ത ഒരു ചെറിയ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ലാളിത്യൻ്റെ അഡ്രസ്സും തരണം. എനിക്ക് ഇച്ചിരി പൈസ ചോദിക്കാനാണ്. അതുപോലെ അച്ഛൻ്റെ അളിയൻ്റെയും സഹോദരൻ്റെ അഡ്രസ്സ് തരണം. കാരണം എനിക്ക് നിൽക്കുന്ന സമയം ഇവരെയൊക്കെ പിടിച്ചാലേ വല്ലതും കിട്ടും. നിങ്ങൾ മുന്നിലിരിക്കുന്ന അച്ഛന്മാർക്ക് ഇതൊരു മാതൃകയാകണം. എല്ലാവരും കേട്ടത് ഈ എമൗണ്ട് എല്ലാവരും കേട്ടു. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകണം. അത് മേലെ പിടിയച്ഛൻ കേട്ടോ? എല്ലാവരും അത് കേൾക്കണം. അമ്മ മദറും ഒക്കെ അത് കേൾക്കണം. ഇപ്പൊ നമ്മൾ 27 വീട് വെച്ച് കൊടുത്തു. എത്ര ലക്ഷം രൂപയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അടുത്ത കൊല്ലത്തിൽ എൻ്റെ ആദ്യത്തെ സഹായം കിട്ടിയത് മാറ്റാപ്പുറത്താണ്. എൻ്റെ ആദ്യത്തെ സഹായം അത് ഒരു വ്യക്തിക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്തതാണ്, അല്ലേ? ഇവിടെയാണ് ഞാൻ ആദ്യം സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളി നമുക്ക് ലഭിച്ചു. അതുപോലെ നമ്മുടെ ഇനിയുള്ള കാരുണ്യ പ്രവർത്തനത്തിലും നിങ്ങൾ സഹകരിക്കണമെന്ന് സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. സമ്മാനം കൊടുക്കാൻ രഞ്ജൻ മദ്ബഹ ചെയ്ത വ്യക്തിയാണ് മുമ്പോട്ട് വന്ന് സ്നേഹമുള്ളവരെ കൈമുത്തി നേർച്ചയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തിറങ്ങുമ്പോൾ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. 2 കൗണ്ടറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഓഫീസിനോട് ചേർന്ന സ്ഥലത്താണ് ക്രമീകരിച്ചിരിക്കുക. നമ്മുടെ സിസ്റ്റേഴ്സ് അച്ഛന്മാരും അങ്ങോട്ട് പോകണം. ബാക്കിയുള്ള എല്ലാവർക്കും 2 സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം ഓർത്തോണെ. കൃത്യം 8 മണിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എത്തണം. 7:30 കുമ്പസാരം ഉണ്ടായിരിക്കും. നന്ദി. ആദ്യമേ തന്നെ എല്ലാവർക്കും കടന്നു വരുന്ന ക്രിസ്മസിന്റെയും
പുതുവത്സരത്തിന്റെയും സന്തോഷവും അനുഗ്രഹവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 2025 ജൂബിലി വർഷമാണ്. ആ ജൂബിലി വർഷത്തിന്റെയും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ഒരു സമ്മാനം ഈ മാറ്റാമ്പുറത്തിന്റെ മുഖം മാറ്റിമറിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഈ കൊച്ചു ദേവാലയം ഉദാശ ചെയ്ത് ഈ പ്രദേശത്തിന്, നമ്മുടെ സമൂഹത്തിന്, നാടിന് സമർപ്പിക്കുന്നതിന് വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണമുണ്ട്. മലമേൽ ഉയർത്തപ്പെട്ട ഭവനം അല്ലെങ്കിൽ പീഠത്തിന്മേൽ വെച്ച വിളക്ക്. സത്യത്തിൽ ഒരു മലമേൽ ഉയർത്തപ്പെട്ട ഭവനമാണ്, പീഠത്തിന്മേൽ വെച്ചിരിക്കുന്ന വിളക്കാണ്. ഇവിടെ വരുന്നത് ഒരു പ്രത്യേക ആനന്ദമാണ്. വളരെ കുറച്ച് ഇടവകാംഗങ്ങളുള്ള ഒരു സമൂഹം. എന്തുകൊണ്ടാണ് ഇത് പണിയണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം അച്ഛൻ പറഞ്ഞു. അടിസ്ഥാനപരമായി അച്ഛൻ പറഞ്ഞു ദൈവത്തിന്റെ കരുണയാണ്, പക്ഷെ അതിനൊപ്പം അച്ഛന്റെ ഒരു കണ്ണുനീരുണ്ട്. അച്ഛൻ ഹൃദയം കലങ്ങി കണ്ണുനീരോട് പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. പല ഞെരുക്കങ്ങൾ നമുക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ദേവാലയം പണിയേണ്ടതാണ്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് അതൊരു പക്ഷേ അത് വഹിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും അത് കണ്ടെത്തണം. ഇത് പണിയുമ്പോൾ വെറുതെ പണിതാൽ പോരാ, ഈ ജനത്തിന് വന്ന് നിൽക്കുമ്പോൾ അഭിമാനം തോന്നണം. ഇത് അധിപത്യ തിരുവല്ല അധിപദ്രാസനത്തിൽപ്പെട്ട ദേവാലയമായിരുന്നപ്പോൾ അന്യനായ പത്തിപ്പറമ്പിൽ കോറപ്പിസ്കോപ്പാച്ചൻ അന്ന് പണിത വാർത്ത പള്ളിയാണ്. ഇതിന്റെ മേൽക്കൂര വാർത്തതാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയില്ല. 3 മേൽക്കൂര ഇപ്പോഴുണ്ട്. ഒന്ന് തകിട്, അതിനടിയിൽ വാർപ്പ്, അതിനടിയിൽ ഈ നമ്മുടെ സീലിംഗ് ഉണ്ട്. ഈ പള്ളി നേരത്തെ കണ്ടവർക്കും ഇപ്പൊ കണ്ടവർക്കും ഇതിന്റെ വ്യത്യാസം നന്നായി മനസ്സിലാകും. ആദ്യമായി വരുന്നവര് വിചാരിക്കും ഇതൊരു പുതിയ പള്ളിയാണ്. അപ്പോൾ അച്ഛൻ ഇത്രമാത്രം സങ്കടത്തോട് വേദനയോട് ഒരു പള്ളി വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സ്വർഗം അത് കേട്ടു. ഇതിന്റെ കോൺട്രാക്ടർ സിനിസാർ എന്നോട് പറയുക, ഈ അച്ഛന്റെ ഹൃദയം അച്ഛന്റെ വലിപ്പം പോലെ തന്നെ വലുതാണ്, അതുകൊണ്ടാണ് ഈ പള്ളി തീർന്നതെന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. അച്ഛൻ എത്ര താല്പര്യമാണ് കാണിക്കുന്നത്. അച്ഛൻ പലയിടത്തും പോയി അച്ഛന്റെ കഴിവനുസരിച്ച് പൈസ കളക്ട് ചെയ്തു. അപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അച്ഛൻ എനിക്ക് കൊടുക്കാനൊന്നുമില്ല. ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു കുരിശും കൂടാണ്. കാരണം ഇനി ഒരു പള്ളി കൂടെ പണിയാൻ അച്ഛന് നിയോഗമുണ്ട്. അതായത് കരുവങ്കാട് പള്ളി പണിതേ പറ്റൂ. ഇത് വെറും കുരിശല്ല, പൂത്തുലഞ്ഞ കുരിശാണ്. കുരിശ് പൂക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുരിശ് പൂത്തതാണ്. ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവരുടെയും പേരിൽ ഈ കുരിശ് അച്ഛന്റെ മുറി സൂക്ഷിക്കണം. ഇത് അനേക പള്ളി പണിയാനും വലിയ ഇടയ ശുശ്രൂഷ ചെയ്യുവാനും അച്ഛനെ സഹായിക്കും. ദൈവാനുഗ്രഹിക്കട്ടെ. ഇനി ഈ ദൈവജനം, ഇവിടുത്തെ മക്കൾ, അത് നമുക്കറിയാം. കർത്താവിന്റെ കാലത്ത് അല്ലെങ്കിൽ പഴയ നിയമ കാലത്ത് എത്രമാത്രം ജനങ്ങളുണ്ടായിരുന്നു ആ പ്രദേശത്ത്. ഈജിപ്തിലും പലസ്തീനിലും മൊവാബിയര്, അമാലേക്യര്, ഇവരൊക്കെ ശക്തരാണ്. ഇസ്രായേൽ ജനം വളരെ എണ്ണത്തിൽ ചുരുക്കമാണ്. ഈജിപ്തുകാര് ഇവരൊക്കെ വലിയ ജനക്കൂട്ടമാണ്. പക്ഷെ അതിൽ ഏറ്റവും മൈന്യൂട്ട് സ്മോളസ്റ്റ് ഗ്രൂപ്പായിരുന്നു ഇസ്രായേൽ ജനം. ദൈവം ആരുടെ കൂടെ ആയിരുന്നു? ഇസ്രായേൽ ജനത്തിന്റെ കൂടെ. ഈ ആറ്റാമ്പുറത്തെ മക്കളുടെ കൂടെ ആയിരുന്നു ദൈവജനം. ഇവർക്ക് പള്ളി പണിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം ഇവരുടെ കൂടെ നിന്നു. ഇവരുടെ പ്രാർത്ഥന കേട്ടു. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നു പണി സമയത്ത്. ഒരമ്മ എപ്പോഴും എന്തെങ്കിലും ഒരു കട്ടൻ ചായ ഓടി എടുത്തുകൊണ്ട് വരും. ഈ ജനം ഒന്നായിട്ട് വന്ന് കാണും. അവർക്ക് വലിയ സന്തോഷമായിരുന്നു, അവരുടെ വലിയ സഹകരണം. ഹൃദയപൂർവ്വം ഞാൻ ഈ ഇടവക മക്കളെ
നമുക്ക് വലിയ ദൈവസ്തുതി കൊടുത്ത് കൈയടിക്കണം. ഇവിടെ ഇരുന്ന അച്ഛന്മാരെ എല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കരുവാങ്കാട്ട് ഇടവക കൂട്ടായ്മയെ ഓർക്കുന്നു. ഈ പ്രദേശത്ത് ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ നാളെ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, അവിടെ ഇന്ന് ഇനി ഒന്നും പറയുന്നില്ല. സിമി സാറ് അദ്ദേഹം എഴുന്നേക്കാമോ? ഒരു പാവപ്പെട്ടവനെ പോലെ, ഒരു കോടീശ്വരനാണ്, പക്ഷെ പാവപ്പെട്ടവനെ പോലെ ഇരിക്കുന്നത്. അദ്ദേഹം കോൺട്രാക്ടർ അല്ല, അദ്ദേഹം ആർക്കിടെക്റ്റാണ്. ആർക്കിടെക്റ്റും കോൺട്രാക്ടറാണ്. രണ്ടും കൂടെ ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ അതിന്റെ പേരാണ് സിമി സാറ്. നമ്മുടെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ നമ്മുടെ കോളേജ്, അരമന, അതുപോലെ പല സ്ഥാപനങ്ങളുടെയും ഇപ്പോഴത്തെ പണി തീർക്കുന്നത് അദ്ദേഹമാണ്. ഒരു സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ സഹായിക്കാൻ എബിയുണ്ട്, ആപ്പി വന്നില്ലേ? ആപ്പിയുണ്ട്. ആപ്പി തമിഴ്, ബാപ്പി ഹിന്ദിയെ സംസാരിക്കുള്ളൂ, പക്ഷെ ഇപ്പൊ മലയാളിയെക്കാട്ടി വലിയ മലയാളി ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് സിമി സാറിനും ടീമിനും സഭയുടെ പ്രത്യേകമായ അനുമോദനം നേരുകയാണ്. ഇവിടെ സന്നിഹിതരായ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അച്ഛന്മാര് ഈ കൊച്ചുമക്കളുടെ കൂദാശയ്ക്ക് എത്തിയത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഇത്രയും സിസ്റ്റേഴ്സ്, വലിയ സന്തോഷം. ഈ നാട്ടിലെ എല്ലാ മതസ്ഥരെയും So